ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് ചാന്ദ്രദിന കുറിപ്പാണ്. എന്താണ് ചാന്ദ്രദിനം, എന്തിനാണ് നമ്മൾ ചാന്ദ്രദിനം ആചരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഒരു കുറിപ്പ് രൂപത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും. ഇനി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വീഡിയോസും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ നോക്കുക, നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കുറിപ്പ് നോക്കാം. ചാന്ദ്രദിന കുറിപ്പ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ചരിത്രപരമായ നേട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി എല്ലാ വർഷവും ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. മനുഷ്യരാശിയുടെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ പ്രതീകമാണ് ഈ ദിവസം. 1969 ജൂലൈ 20 അമേരിക്കയുടെ അപ്പോളോ 11 എന്ന ബഹിരാകാശ പേടകം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ 3 ബഹിരാകാശ സഞ്ചാരികളാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത്. ഇതിൽ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം പതിപ്പിച്ച് ചരിത്രം കുറിച്ചു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയൊരു ചുവടുവയ്പ്. എന്നാൽ മാനവരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടമാണ് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോക പ്രശസ്തമാണ്. തൊട്ടു പിന്നാലെ എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങി. മൈക്കൽ കോളിൻസ് ഈ സമയം ചന്ദ്രനെ വലം വെച്ചിരുന്ന പ്രധാന പേടകത്തിൽ തുടർന്നു. പുതിയ തലമുറയിൽ ശാസ്ത്രബോധവും ബഹിരാകാശ ഗവേഷണ താൽപ്പര്യവും വളർത്താൻ ഈ ഒരു ദിവസം സഹായിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മനുഷ്യൻ കൈവരിച്ച ഏറ്റവും വലിയ വിജയത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുകയാണ്. ചന്ദ്രനെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾക്കും ചൊവ്വാ ദൗത്യം ഉൾപ്പെടെയുള്ള ഭാവി ബഹിരാകാശ പദ്ധതികൾക്കും ഈ ദിവസം പ്രചോദനമാകുന്നു. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ വിജയത്തോടെ ലോക ബഹിരാകാശ രംഗത്ത് ചാന്ദ്രപഠനത്തിന് പുതിയൊരു ഊർജം കൈവന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ, അസാധ്യമായതിനെ സാധ്യമാക്കാൻ മനുഷ്യനുള്ള കഴിവിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമാണ് ചാന്ദ്രദിനം. ഫ്രണ്ട്സ്, ചാന്ദ്രദിന കുറിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് ആവശ്യമെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോസും ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.